പെരുങ്കള്ളൻ ബണ്ടിച്ചോർ കേരളത്തിലെത്തിയിട്ടുണ്ട്. സംശയത്തെ തുടർന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിനെ വിട്ടയച്ചു. അഭിഭാഷകനെ കാണാനാണ് എത്തിയതെന്ന ബണ്ടിച്ചോറിന്റെ വിശദീകരണം സ്ഥിരീകരിച്ച ശേഷമാണ് റെയിൽവേ പോലീസ് ഇയാളെ വിട്ടയച്ചത്. നേരത്തെ കേരളത്തിലെ ആഡംബര വീടിൽ കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസുണ്ട്. ഈ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം പിന്നീട് ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ നിന്നാണ് ബണ്ടിച്ചോറിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂരിലെ കവർച്ചാ കേസിൽ ബണ്ടിച്ചോറിനെ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഇയാളുടെ ഏതാനും വസ്തുക്കൾ കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സാധനങ്ങൾ വിട്ടുകിട്ടുന്നതിനായി അഭിഭാഷകനെ കാണാനാണ് എത്തിയത് എന്നാണ് ബണ്ടിച്ചോർ പോലീസിനെ അറിയിച്ചത്. ഇക്കാര്യം സ്ഥിരീകരിച്ചെന്നും നിലവിൽ ഇയാൾക്കെതിരെ വാറണ്ടൊന്നും നിലവിലില്ലെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. 2013 തിരുവനന്തപുരത്താണ് ബണ്ടിച്ചോർ ആദ്യമായി കേരളത്തിലെത്തി മോഷണം നടത്തുന്നത്. 5 ദിവസത്തിനുള്ളിൽ തന്നെ പിടിവീണു. തൃശൂർ, കോട്ടയം ജില്ലകളിലും ബണ്ടിച്ചോറിനെതിരെ മോഷണക്കേസുകളുണ്ട്. രാജ്യവ്യാപകമായി 700 കേസുകളിലെ പ്രതിയാണ് ബണ്ടിച്ചോർ. അതിസമ്പന്നരുടെ വീട്ടിൽ മോഷണം നടത്തി രക്ഷപ്പെടുന്നതാണ് രീതി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.